രാഹുൽ ഗാന്ധി എവിടെയാണ്? കുംഭമേളയ്ക്ക് കണ്ടില്ല. അത് പിന്നെ പോകത്തില്ലല്ലോ. പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ഇഷ്ടക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു ദേശീയ ആഘോഷം പോലെയുള്ള ഉത്സവം ഹോളി കഴിഞ്ഞു വെള്ളിയാഴ്ച. രാഹുൽ ഗാന്ധിയുടെ പൊടി പോലും കണ്ടുപിടിക്കാനില്ല. എവിടെ പോയി നമ്മുടെ പപ്പു മഹാരാജാവ്? ഈ കുംഭമേള സമയത്ത് അങ്ങേര് മണ്ഡലത്തില് റായ്ബറേലിയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രയാഗ്രാജിലേക്ക് വലിയ ദൂരമില്ലായിരുന്നു എന്ന് ആ കാലത്ത് റിപ്പോർട്ടുകളിൽ കണ്ടിരുന്നു. പോകാൻ മനസ്സിലായിരുന്നു. വയനാട്ടിലെ വോട്ടർമാർ സമ്മതിക്കില്ല. അപ്പോൾ BJP നേതാവ് രവിശങ്കർ പ്രസാദ് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു, വിയറ്റ്നാമിലാകാനാണ് സാധ്യത രാഹുൽ ഗാന്ധി. കാരണം പുതുവത്സരം അദ്ദേഹം കൊണ്ടാടിയത് വിയറ്റ്നാമിലായിരുന്നു. അതുകൊണ്ട് ഹോളിയും അവിടെ ആയിരിക്കും. 22 ദിവസം വിയറ്റ്നാമിലുണ്ടായിരുന്നു. നേരത്തെ പട്ടായായിരുന്നു ഇഷ്ട ഡെസ്റ്റിനേഷൻ. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. 22 ദിവസം വിയറ്റ്നാമിലുണ്ടായിരുന്നു. ഒരിക്കലും റായ്ബറേലിയിൽ 22 ദിവസം രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടില്ല. വിയറ്റ്നാം വലിയ സംഭവമാണ് സാറേ. ഞാൻ വിയറ്റ്നാമിൽ അടുത്തിടെ പോയിരുന്നല്ലോ. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കമ്മ്യൂണിസമൊക്കെ ഈ കൊടിയിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഏത് സർക്കാർ ഓഫീസിൻ്റെ മുന്നിൽ പോയാലും യൂണിവേഴ്സിറ്റികളും കോളേജും ഒക്കെ പോയാൽ ചെങ്കൊടി, ചുവന്ന കൊടി എന്ന് പറഞ്ഞാൽ ചുവന്ന കൊടിയിൽ നക്ഷത്രമുള്ള കൊടിയാണ്. അതാണ് പ്രധാനമായും കാണുന്നത്. ആ കൊടി ഇങ്ങനെ പാറി പറന്നിരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് പോയതുപോലെയൊന്നുമല്ല. ഇപ്പോൾ തെരുവിൽ മുഴുവൻ കച്ചവടക്കാർ മുഴുവൻ സ്ത്രീകളാണ്. വീട്ടിലേക്ക് വരുമാനം ഉണ്ടാക്കുന്ന സ്ത്രീകളാണ്. ആണുങ്ങളൊക്കെ വെറും അലസന്മാർ, അധ്വാനശീലരായ സ്ത്രീകളുടെ ഒരു നാട് എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തു വേണമോ അതൊക്കെ വിയറ്റ്നാമിൽ കിട്ടും. വിയറ്റ്നാം ഒരു ചെറിയ രാജ്യമാണ്. കുറച്ച് ധാതു നിക്ഷേപമൊക്കെ ഉണ്ട്. പിന്നെ മത്സ്യബന്ധനമാണ്, ടൂറിസമാണ് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഗൈഡ് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടും. ഇഷ്ടംപോലെ മസാജ് സെൻ്ററുകളുണ്ട്. മനസ്സിലായല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന മസാജിങ്. നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു എന്തും കിട്ടും എന്ന് പറഞ്ഞു. എന്തും കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നുള്ള പേരുള്ള നോക്കുമ്പോൾ വിയറ്റ്നാമല്ലേ, കമ്മ്യൂണിസം ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ ടാബു ആണെന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളോട് മത്സരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ വിയറ്റ്നാം. അപ്പോൾ അതുകൊണ്ട് വിയറ്റ്നാം കുറച്ചുകൂടെ സേഫാണ്. നോക്കുമ്പോൾ വിയറ്റ്നാമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അവിടെ എല്ലാം ഭദ്രമാണെന്ന് കരുതാം. ആ കൂട്ടത്തിൽ എല്ലാ പരിപാടിയും അവിടെ നടക്കും. ഒന്നാന്തരം ബീച്ചുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മറ്റേ സ്ഥലത്തൊക്കെ പോയി മടുത്താണ്. എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിലിപ്പോൾ ഇദ്ദേഹം പറയുന്നത്, രവിശങ്കർ പ്രസാദ് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ഫോൺനെസ് ഫോർ വിയറ്റ്നാം എന്ന് പറഞ്ഞതിലൊരു കുത്തുണ്ട്. അസാധാരണമായ അഭിനിവേശം വിയറ്റ്നാമിനോടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തായാലും BJPക്ക് ഇതേപ്പറ്റി ഉണ്ടാവുമല്ലോ. കേന്ദ്ര സർക്കാർ അറിയാതെ പോകാൻ പറ്റില്ല. എവിടെ പോകുന്നുള്ളൊക്കെ അറിയാം കൃത്യമായി. അവിടെ പോകുന്നു, ആരെ കാണുന്നു, എവിടെ താമസിക്കുന്നു, ഇതെല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടുന്ന് തന്നെ ആളുകൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളെന്നുള്ള അതല്ല, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടാവും. കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്, ഇവിടുത്തെ VVIP ആണ്. അതുകൊണ്ട് നമ്മുടെ ഒരു സുരക്ഷാ കണ്ണുകൾ രാഹുൽ ഗാന്ധിയുടെ മേലുണ്ട്. അമിത് മാളവ്യ IT സെൽ മേധാവി BJPയുടെ പറഞ്ഞിട്ടുണ്ട്, ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുടെ ഈ യാത്രകളിലൊക്കെ, പ്രത്യേകിച്ച് വിയറ്റ്നാം യാത്രകൾ. വിയറ്റ്നാം ചൈനയുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. ചൈനീസ് പ്രേമം രാഹുൽ ഗാന്ധിയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കണം ഈ നിരന്തര വിയറ്റ്നാം യാത്രകളുടെ ഉദ്ദേശം. അപ്പോൾ വിയറ്റ്നാമിൽ വെച്ച് വേറെ ആളുകളെയൊക്കെ ഒരു ഇടനില സ്ഥലത്ത് വെച്ച് വേറെ ആളുകളെയും കാണാൻ കഴിയും. അതെ, ബെയ്ജിങ്ങിൽ വെച്ച് കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. അത് വിയറ്റ്നാമിനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ്. അത് ഹോജിമിൻ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ, ഒരു സന്യാസി. ഹോച്ചിമിൻ സിറ്റി അവിടുത്തെ വലിയൊരു നഗരമാണ്. അവിടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്. അപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഇടയ്ക്ക് ഇവിടെ കണ്ടിരുന്നില്ല രാഹുൽ ഗാന്ധി. അപ്പോഴും ഇങ്ങനെ വിയറ്റ്നാമിലൊക്കെ പോയി. ബജറ്റ് സമ്മേളനത്തിന്റെ ഇടയ്ക്ക് വിയറ്റ്നാമിൽ പോയിരുന്നു രാഹുൽ ഗാന്ധി. മൻമോഹൻ സിംഗ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഷൂട്ടിനിടയ്ക്ക് വീട്ടിൽ പോകുന്ന കാണാറില്ലേ, എൻ്റെ മോള് വിളിക്കും അത്യാവശ്യമായിട്ട്. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളി വന്നിട്ടുണ്ടാവും. അതുണ്ടാവും. പക്ഷെ വിളിക്കുന്നത് മോൾ എന്ന് പറയാനില്ലല്ലോ.
മോളെ എന്ന് വിളിക്കുന്ന ആരെങ്കിലും ആയാലും മതി. അങ്ങനെ ഉണ്ടാവും, ഓമനെ, മോളെ, പൊന്നെ എന്നൊക്കെ വിളിക്കുന്ന. അപ്പൊ മൻമോഹൻ സിംഗ് മരിച്ചപ്പോ, മൻമോഹൻ സിംഗുമായിട്ട് വലിയ സ്നേഹമാണല്ലോ ഇവർക്ക്. ഈ 7 ദിവസത്തെ ദുഃഖാചരണത്തിന്റെ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയി. മറ്റേ ഡിസംബർ 26-ാം തീയതിയാണ് മൻമോഹൻ മരിച്ചത്. എന്നിട്ട് നിഗംബോധ് ഘട്ട് സംസ്കാരത്തിനെ പറ്റിയൊക്കെ ഇവര് കേന്ദ്രത്തിനെതിരെയൊക്കെ കത്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ഇയാൾ വിയറ്റ്നാമിലേക്ക് പോയി. ആ 7 ദിവസത്തെ ദുഃഖാചരണത്തിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോവുകയോ ഒന്നും ചെയ്തില്ല, നേരെ വിയറ്റ്നാമിലേക്ക് പോയി. അപ്പം ഇതെന്താ ഇങ്ങനെ ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ചോദ്യം അന്ന് ഉയർന്നപ്പോൾ ഇയാൾ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പഴയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് വന്നു. ഹരീഷ് റാവത്ത് എന്നിട്ട് പറഞ്ഞു, വിയറ്റ്നാമിൻ്റെ ഇക്കണോമിക് മോഡൽ, സാമ്പത്തിക മാതൃക പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ, സാമൂഹിക മാതൃകയും. അപ്പോൾ പഠിക്കാൻ വേണ്ടി പോയതാണെന്ന്. അപ്പോൾ സുനിൽ പോയപ്പോൾ അവിടെ പഠിക്കാനുള്ള ഒരു എക്കണോമിക് മോഡൽ, ലോകരാഷ്ട്രങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇക്കണോമിക് മോഡൽ കണ്ട്. ഞാൻ ഫോട്ടോ ഇട്ടായിരുന്നു, സൈക്കിൾ റിക്ഷ നമ്മളെ ഫ്രണ്ട് ബാക്കി ഫോട്ടോ ഉണ്ടായിരുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങളിലൊന്ന് സൈക്കിൾ റിക്ഷയാണ്. സുനിൽ നേരത്തെ പറഞ്ഞപ്പോൾ ഇവർക്ക് ജീവിക്കാനായിട്ട് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ചൈനയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു സാമ്പത്തിക മാതൃകയാകുന്നത്? ഈ എരന്ന് തിന്നുക എന്നുള്ളത് സാമ്പത്തിക മോഡലാണോ? രാഹുൽ ഗാന്ധി ചെയ്തു, സോറോസിന്റെ എരന്ന് തിന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ അതെ. അപ്പൊ എന്നിട്ട് ഹരീഷ് റാവത്ത് പറഞ്ഞു, പക്ഷെ ഇതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ റാവത്തിന് അത് അങ്ങനെ തോന്നിയതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചൈനയിൽ ഈ വിയറ്റ്നാമിൽ പോകുന്നത് സാമ്പത്തിക ഇത് പഠിക്കാനാണെന്ന്. 2024 ജൂലൈ 26-ാം തീയതി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ വിയറ്റ്നാം സ്ഥാനപതി നുയായൻ തൻ ഹായിയെ കണ്ടിരുന്നു. അത് കണ്ടിട്ട് വളരെ ദീർഘമായൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഫു തോങ് മരിച്ചപ്പോഴാണ് ഈ സ്ഥാനപതിയെ പോയി കണ്ടിട്ട് ഡൽഹിയിൽ അനുശോചനമൊക്കെ അറിയിച്ചത്. അത് മര്യാദ അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വലിയ മര്യാദയാണത്. അപ്പോൾ എന്നിട്ട് ആ ദീർഘമായ പത്രക്കുറിപ്പ് ഞാൻ ഇന്നലെ വായിച്ചു. ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു ഇൻക്ലൂസീവായ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് വിയറ്റ്നാം പിച്ചവെച്ചത് എന്ന് അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് അനുശോചന സന്ദേശത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലതവണ ഈ പോയിട്ടുള്ള രാജ്യമാണ് വിയറ്റ്നാം. സുന്ദരമായ രാജ്യമാണ്, ഒരുപാട് സഹനം അവിടുത്തെ ജനങ്ങളിൽ കാണാം. അവർ പ്രാതികൂല്യം അതിജീവിക്കാൻ പഠിച്ച ആളുകളാണ്. അതെല്ലാം ശരിയാണ്. വിയറ്റ്നാം ഒരു അതിജീവനത്തിന്റെ മാതൃകയാണ്. അവിടെ ചെന്നാൽ അമേരിക്ക ലോകത്ത് എവിടെയെങ്കിലും യുദ്ധത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ഹോച്ചിമിന്റെ നേതൃത്വത്തിൽ വിയറ്റ്നാം ജനത നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ്. അതിന്റെ പിന്നെ ആ പെൺകുട്ടി ഓടുന്ന തീ പിടിച്ച് നാപ്പാം ബോംബിട്ട് അത് തന്നെ. അപ്പോൾ അതൊക്കെ അംഗീകരിക്കേണ്ട കാര്യമാണ്. പിന്നെ വിയറ്റ്നാം ഈ പറഞ്ഞ പോലെ വരട്ട് തത്വവാദത്തിൽ നിന്നാൽ രാജ്യം വളരില്ല എന്ന് മനസ്സിലാക്കി മുതലാളിത്തത്തിൻ്റെ എല്ലാ വശങ്ങളും തങ്ങളുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് നവകേരളത്തിനുള്ള പുതുവഴി, നവകേരളത്തിനുള്ള പുതുവഴി അതിലും ഉണ്ട്. പിന്നെ വിയറ്റ്നാം വളരെ മനോഹരമായ രാജ്യമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ വളരെ മനോഹരമായ രാജ്യമാണ്. നല്ല വൃത്തിയുള്ള തെരുവുകൾ, നല്ല ഭക്ഷണശാലകൾ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും അവിടുത്തെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ആളുകൾ ഒരുപാട് ഇലകൾ ചേർത്ത് കഴിക്കുന്നവരാണ്. എന്തൊക്കെയോ ചപ്പ് ചവറൊക്കെ, എനിക്കിതൊന്നും പിടിച്ചില്ല. അപ്പം പിന്നെ ഒരുപാട് നോൺ വെജ് വിഭവങ്ങളും. ഇത് രണ്ടും നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വല്ല സൂപ്പുമൊക്കെ കഴിച്ചു കൂട്ടിയത്. ഭൂതകാലത്തെ അന്തസ്സോടെ അവർ ഏറ്റുവാങ്ങുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, വലിയ കാരുണ്യം അവരിൽ കാണാം, പ്രത്യാശയുടെ പ്രതീകമാണ് വിയറ്റ്നാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നാ ജനറൽ സെക്രട്ടറി മരിച്ചപ്പോ. അപ്പോൾ 2022 മൺസൂൺ സമ്മേളന കാലത്തും വിയറ്റ്നാമിൽ പോയി രാഹുൽ ഗാന്ധി. ആ സമയത്ത് എന്നിട്ട് സീ വാട്ടർ ഇന്ത്യ
ട്രാക്കർ സർവേ നടത്തി. ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നാട്ടുകാരോട് ചോദിച്ചു. അപ്പോൾ 61% വോട്ടർമാരും ഇയാൾ ഒരുപാട് ഇങ്ങനെ അവധിക്കാലം വിദേശത്ത് ചെലവാക്കുന്നത് ശരിയല്ല എന്ന് 61% അഭിപ്രായപ്പെട്ടിരുന്നു. ഈ മുംബൈ ആക്രമണം നടന്നില്ലേ 26/11, ഭീകരാക്രമണം മുംബൈയിൽ നടന്ന സമയത്ത് താജ് ഹോട്ടൽ, ആ ദിവസം രാഹുൽ ഗാന്ധി 2008 38 വയസ്സ്, രാഹുൽ ഗാന്ധി ഒരു നിശാ പാർട്ടിയിലാണെന്ന് അന്ന് പത്ര റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഡൽഹിക്ക് പുറത്തൊരു ഫാം ഹൗസിൽ സുഹൃത്ത് സമീർ ശർമ്മയുടെ വിവാഹ പാർട്ടിയിലായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് വന്നിരുന്നു. അതും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു സുഹൃത്തിൻ്റെ വെടിയേറ്റവരൊക്കെ മരിച്ചില്ലേ, അതെ, അവിടെ പോയി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം അതിലൊന്നും കുറ്റം പറയരുത്. 2023 സെപ്റ്റംബറിൽ 4 യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, നോർവേ, G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോഴാണ് പോയിരുന്നത്. ഒരു വർഷം രാഹുൽ ഗാന്ധി 65 യാത്രകൾ നടക്കുന്നതായിട്ട് ശരാശരി കണക്കുണ്ട്. ഒരു കൊല്ലം വിദേശയാത്രകൾ, ഒരു വർഷം 65 വിദേശയാത്രകൾ. അത് കേന്ദ്രത്തിൻ്റെ കയ്യിൽ കണക്കുണ്ട്. 2015, 2019 4 കൊല്ലം 247 വിദേശയാത്രകൾ നടത്തി. എൻ്റെ അമ്മേ, കണക്കാ. SPGയെ അറിയിക്കാതെ ആണ് ഈ യാത്രകൾ നടത്തിയത്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ അറിയിക്കാതെ. 2019 ഡൽഹിയിൽ CAA പ്രക്ഷോഭം നടക്കുമ്പോൾ, അല്ല SPG അല്ലല്ലോ രാഹുൽ ഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ, പിന്നെ ZO XO CRPF ആണ്. SPG ഇപ്പൊ പ്രൈം മിനിസ്റ്ററിന് മാത്രമേ. ഇത് പക്ഷെ 2014-19 കാലത്തെയാ പറയുന്നത്, ആ കാലത്ത് ഇപ്പോഴത്തെ അല്ല. 2014-19 പറയുമ്പോൾ മോദിയുടെ കാലമാണ്. മോദി വന്നതിന് ശേഷം വെച്ചാല് SPG പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി മാത്രമാണ്. ഏതായാലും സുരക്ഷാ ഏജൻസികളെ അറിയിക്കാല്ല. 2019 CAA പ്രക്ഷോഭം നടക്കുമ്പോൾ സൗത്ത് കൊറിയയിലേക്ക് പോയി രാഹുൽ ഗാന്ധി. 2018 കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വിദേശത്തേക്ക് പോയി. 2016 പുതുവത്സരകാലത്തും പോയി. 5 സംസ്ഥാന തെരഞ്ഞെടുപ്പ്, പിന്നെ ഇവിടെയൊക്കെ തോറ്റു പോകുമല്ലോ. അതിന്റെ ഒരു ആലസ്യം, സങ്കടം മാറ്റണ്ടേ, വിദേശത്തേക്ക് പോകാൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സങ്കടം ഇറക്കി വെക്കാൻ പോകുന്നതാണ്. അതെ. പിന്നെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് സുനിലിന് നന്നായിട്ട് ഓർമ്മ കാണും. 2015 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ 60 ദിവസം രാഹുൽ ഗാന്ധിയെ കാണാനില്ലായിരുന്നു. അത് ആ ചൗധരി അതിന്റെ ഡീറ്റെയിൽസ് നേരത്തെ ബ്ലിറ്റ്സിൽ എഴുതിയിരുന്നു. UPA സർക്കാരിന്റെ കാലത്ത് ഫെബ്രുവരി 16 മുതൽ ഏപ്രിൽ 16 വരെ ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി 16-ാം തീയതി ബാങ്കോക്കിലേക്ക് പോയി, പട്ടായ ബാങ്കോക്കിലേക്ക് പോയി 16-ന്. 17-ാം തീയതി അവിടുന്ന് കംബോഡിയയിൽ പോയി. കംബോഡിയയിൽ 11 ദിവസം. ഫെബ്രുവരി 28-ാം തീയതി ബാങ്കോക്കിലേക്ക് 1 ദിവസത്തേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് മാർച്ച് 1 മുതൽ 21 വരെ മ്യാൻമറിലായിരുന്നു. മ്യാൻമറിൽ നിന്ന് മാർച്ച് 22-ന് തായ്ലൻഡിലേക്ക് വന്നു. തായ്ലൻഡിലെ അയുത്തായ ബുദ്ധിസ്റ്റ് കേന്ദ്രമൊക്കെ ഉള്ള സ്ഥലം, അയുത്തായയിൽ 9 ദിവസം ചെലവഴിച്ചു. അത് കഴിഞ്ഞ് മാർച്ച് 31-ാം തീയതി വിയറ്റ്നാമിലേക്ക് പോയി. അപ്പോഴും വിയറ്റ്നാമുണ്ട്, പോയി. ഏപ്രിൽ 12-ാം തീയതി ബാങ്കോക്കിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ 16-ാം തീയതി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഈ സമയത്ത് ചൗധരി എഴുതിയിരുന്നത് ഇദ്ദേഹം ചില ഡ്രഗ് കാർട്ടൽ നേതാക്കളുമൊക്കെ ആയിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. ആ കാർട്ടലുകളുമായിട്ട് ഇയാളെ ബന്ധിപ്പിച്ചത് പഴയ കാമുകി ജുവാനിറ്റ വെറോണിക്കയാണ് എന്നും ചൗധരി എഴുതിയിരുന്നു. അപ്പം ഇതാണ് BJP ഈ വിയറ്റ്നാം യാത്രകളുടെ ഒക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്നൊക്കെ പറയും. ഏതായാലും ഗുണമുള്ള കാര്യത്തിനാണ് പോയിരിക്കുന്നത്, രാജ്യത്തിനല്ല, പപ്പുവിന്. അയാൾക്ക് അല്ല, ഈ പപ്പു എന്നൊക്കെ വിളിക്കുന്നത് ശരിയല്ല. പപ്പു എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഈ കഥാപാത്രം ഒരു
ബാലക ബുദ്ധി പ്രധാനമന്ത്രി പറഞ്ഞത്. വലിയ ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആളൊന്നുമില്ല. അങ്ങനൊന്നുമല്ല, കാഞ്ഞ വിത്താണ്, കാഞ്ഞ ബുദ്ധിയാണ്. ഈസ് എ ഡോൺ. അതെ അതെ, ഈ വക പരിപാടികളൊക്കെ ഇങ്ങനെ അപ്രത്യക്ഷനാവുക. കോൺഗ്രസ് എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് പ്രതിപക്ഷ നേതാവ് ആകണം എന്ന് പോലും ഇല്ല. അതാ പറഞ്ഞത്, എനിക്കൊരു ഡോൺ ആയാൽ മതി. കാരണം ഇവിടെ അദ്ദേഹം പാർലമെന്റിലും ഒക്കെ പെരുമാറുന്നു അങ്ങനെയല്ലേ, ഒരു ഡോണിനെ പോലെ പെരുമാറുന്നു. മസിലൊക്കെ പെരുക്കി കാണിച്ച് സംസാരിക്കുന്നു, ശരീരഭാഷ, MP-മാരെ പിടിച്ച് തള്ളുന്നു, അവരുടെ തലപൊട്ടുന്നു. പിന്നെ ഈയിടെ ആ ചൈനയുടെ ഡ്രോണൊക്കെ കാണിച്ചിട്ട് ഇത് ഉഗ്രൻ ഡ്രോൺ ആണെന്നൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഡ്രോൺ. ഇയാൾക്ക് ഈ നിരോധിത സാധനങ്ങളൊക്കെ ചൈന കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരിക്കുക ചൈനയുടെ. അതെ അതെ, അത് പക്ഷെ സർക്കാർ കേസെടുക്കണ്ടല്ലേ. ചൈനയുടെ നിരോധിച്ച ചൈനീസ് സാധനങ്ങൾ പരസ്യമായി കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവായാലും എന്ത് കേസെടുക്കണം. വിയറ്റ്നാമിൽ വെച്ച് ഇദ്ദേഹത്തിനെ ചൈനയുടെ ഏതൊക്കെ PB അംഗങ്ങൾ കാണുന്നു, ഇതല്ലേ ഇനി പുറത്തു വരാനുള്ളത്. ചൈനയുടെ PB അംഗമായിരിക്കുമോ രാഹുൽ ഗാന്ധി? നെവിൽ ബാലസിംഗം എന്ന് പറഞ്ഞ ഒരാളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അല്ലേ? ന്യൂസ് ക്ലിക്കിന് പൈസ ഒക്കെ കൊടുത്തിരുന്ന അവിടെ നിന്നുള്ള ശ്രീലങ്കക്കാരൻ. ആ ബാലസിംഗം ചൈനീസ് പാർട്ടി അംഗമാണെന്ന് റിപ്പോർട്ടുകളിൽ വന്നിരുന്നു. അയാൾ താമസിക്കുന്നത് ഷാങ്ഹായിലാണ്. അപ്പോൾ ഇനി രാഹുൽ ഗാന്ധിയെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം കൂടെ കേട്ടാൽ മതി. രാഹുൽ ഗാന്ധിയും ഒരു സിംഗമല്ലേ? അതെ, ഏത് സിംഗം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.